ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴ ഹരിപ്പാട് വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്ന കോമ്പൗണ്ടിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. പള്ളിപ്പാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിക്ക് താഴെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമായോ എന്നുള്ളത് അറിയില്ല. ജലസംഭരണിക്ക് താഴെ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകളും മറ്റും ഒക്കെ കത്തി നശിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രദേശത്ത് വലിയ രീതിയിൽ പുക പടർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പുക അങ്ങനെ ഉയരുന്നത് വലിയൊരു തീപിടുത്തമാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ആ തീ അണച്ചത്. നമുക്ക് ആ ഒരു ദൃശ്യം ഒന്ന് കാണാം. നമുക്ക് ലഭിച്ച ആ ദൃശ്യമൊന്ന്. ഒരു പ്രദേശം മൊത്തം കത്തി നശിക്കാൻ പ്രാപ്തമായ അത്രത്തോളം വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ആ പുകയൊക്കെ ഉയർന്നു നോക്ക്. അത്രത്തോളം വലിയൊരു തീപിടുത്തം ഉണ്ടായി. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് തീ അണച്ചത്. തീ നിയന്ത്രണ വിധേയമായി തീ അണച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തീ അത്രത്തോളം അങ്ങനെ പടർന്നില്ല. എന്തായാലും ആ പ്രദേശത്ത് വലിയ രീതിയിൽ പുക പടർന്നിരുന്നു. ജലസംഭരണിക്ക് താഴെ കൂട്ടിയിരുന്ന പൈപ്പുകളും മറ്റുമൊക്കെ കത്തി നശിച്ചു. വലിയൊരു നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. പള്ളിപ്പാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിയുണ്ട്. അതിൻ്റെ താഴെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ആലപ്പുഴക്കാർക്കത് കൃത്യമായി അത് മനസ്സിലാകും. ആ ഒരു പ്രദേശമൊക്കെ ആ ഒരു പള്ളിപ്പാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിയാണ്. അതിന് തൊട്ട് താഴെയാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് കൂട്ടിയിട്ടിരുന്ന ഒരുപാട് പൈപ്പുകൾ ഉണ്ടായിരുന്നു. ആ ജലസംഭരണിക്ക് താഴെ കൂട്ടിയിട്ടിരുന്ന പൈപ്പുകൾ അതൊക്കെ കത്തിനശിച്ചു. മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിനായി വെച്ച പൈപ്പുകളായിരിക്കണം. അതെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് തന്നെ വലിയ രീതിയിൽ പുകയാണ് അവിടെ പഠനം. നല്ല ഈ കറുത്ത പുക വലിയ രീതിയിൽ ഒരു ഭീതി വളർത്തുന്ന ഒരു കാഴ്ചയാണ്. അതങ്ങനെ മുകളിൽ നമ്മുടെയൊക്കെ വീടിന് മുകളിൽ ഇങ്ങനെ ഒരു കറുത്ത പുക ഇങ്ങനെ പടർന്നു വരിക എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ ഇങ്ങനെ ഭീതി അങ്ങനെ ഉടലെടുത്ത് വരും. അത് ആ ഒരു പ്രദേശവാസികളൊക്കെ ആ ഒരു ഭീതിയിലായി കാണണം. എന്തായാലും പെട്ടെന്ന് തന്നെ ആ ഒരു തീ അണച്ചിരിക്കുന്നു. നിയന്ത്രണ വിധേയമാക്കി അത് പെട്ടെന്ന് തന്നെ തീ അണച്ചു. അത് ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് അത് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ തീ അണച്ചത്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ ഈ പൈപ്പുകളൊക്കെ ഒന്ന് കത്തി നശിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവിടുത്തെ പ്രദേശവാസികളൊക്കെ ഉള്ളിലൊരു ഭീതി നിറച്ചു എന്നുള്ളൂ. ആളപായമൊന്നും വന്നിട്ടില്ല. ജലസംഭരണി പ്രവർത്തനം അത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാതിരുന്നത്. ജലസംഭരണിയായി ആ പ്രവർത്തനത്തിലേക്കൊന്നും തുടങ്ങാത്തത് കൊണ്ട്, പ്രവർത്തനമൊന്നും ആകാത്തത് കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ വന്നില്ല. ഹരിപ്പാട് എന്നാൽ ആകെ ഒരു തടസ്സമുണ്ടായത് ഹരിപ്പാട് മാവേലിക്കര റൂട്ടിൽ ഗതാഗതമൊക്കെ ഏറെ നേരം തടസ്സപ്പെട്ടു. ഗതാഗതത്തെ സംബന്ധിച്ചും ഈ പുകയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഗതാഗത തടസ്സം ഹരിപ്പാട് മാവേലിക്കര റൂട്ടിൽ ഉണ്ടായി. ഈ ജലസംഭരണി പ്രവർത്തനം പ്രവർത്തിച്ചു തുടങ്ങാത്തതിനാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും ഉണ്ടായില്ല. ഈ പൈപ്പുകളൊക്കെ കത്തിനശിച്ചു എന്നതാണ്. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര എന്നിവരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. പ്രദേശത്ത് വലിയ രീതിയിൽ പുക പടർന്നിരുന്നു. അത് വലിയ ഭീതിയിലാക്കുകയും ചെയ്തു പ്രദേശവാസികളെ. ഈ ഒരു പള്ളിപ്പാട് പഞ്ചായത്തിലെ ഉന്നതതല ജലസംഭരണിയാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്.